ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തയ്യാറായോ എന്ന് ഓൺലൈനിൽ ചെക്ക് ചെയ്യുന്നത് എങ്ങനെ, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ അപേക്ഷിച്ചിരുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ നിന്ന് എങ്ങനെ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാം, ഇതിനെല്ലാമായി കേരള സർക്കാർ ഒരു വെബ്സൈറ്റ് രൂപീകരിച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് തയ്യാറായോ എന്ന് ചെക്ക് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും. ഇതിനായി നിങ്ങളുടെ മൊബൈലിൽ ഒരു ബ്രൗസിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അടുത്തതായി കെ സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അടുത്തതായി ഈ ഫസ്റ്റ് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കെ സ്മാർട്ടിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ പേജിൽ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇത് നമുക്ക് ഫൈൻഡ് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ വേറൊരു പേജ് ഓപ്പൺ ആകും. ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലോക്കൽ ബോഡി ടൈപ്പാണ്. മുനിസിപ്പൽ, കോർപ്പറേഷൻ, ഗ്രാമപഞ്ചായത്ത്, ഈ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇതിലേതാണോ അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ ലോക്കൽ ബോഡി. മുകളിൽ കോർപ്പറേഷൻ, മുനിസിപ്പൽ ഓർ ഗ്രാമപഞ്ചായത്ത്, ഇതിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്തത് ആ പ്ലേസ് നെയിം ഇവിടെ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് ഓപ്ഷൻ കുഞ്ഞ് ഫീമെയിലാണോ മെയിലാണോ എന്ന് സെലക്ട് ചെയ്യേണ്ടതാണ്. അടുത്ത ഓപ്ഷൻ കുഞ്ഞ് ജനിച്ച തീയതി ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അടുത്തതായി കുഞ്ഞിൻ്റെ അമ്മയുടെ പേര് ഇവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായി താഴെ കാണുന്ന സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ബോക്സ് കാണാൻ സാധിക്കും. ഇതിൽ ഡെലിവറി കഴിഞ്ഞ ഹോസ്പിറ്റൽ നെയിം എല്ലാം കാണാൻ സാധിക്കും. ആ ബോക്സിൻ്റെ അടുത്തായി ഒരു ഐ സിമ്പിൾ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നൊരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. അതിൽ ഐ ആം നോട്ട് റോബോട്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ഒരു ആരോ സിമ്പിൾ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ മെത്തേഡ് യൂസ് ചെയ്താണ് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്